ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ പെയിൻറ്റ് ആവശ്യമാണ്. ഞാനിവിടെ അക്രിലിക്കിൻ്റെ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ബോട്ടിൽ വേണം. ബോട്ടിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ബോട്ടിലിൽ ആദ്യം തന്നെ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ടും ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ബോട്ടിലിൽ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റും ആണ് വേണ്ടത്. വൈറ്റ് ഓൾറെഡി നമ്മളതിലുണ്ട്. അപ്പോൾ പിങ്ക് കളർ കിട്ടാൻ വേണ്ടി നമുക്ക് റെഡിൽ അല്പം വൈറ്റ് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്ക് പിങ്ക് കളർ വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രഷിൻ്റെ ഒരു സൈഡിൽ പിങ്കും മറു സൈഡിൽ വൈറ്റ് കളറും ഒരേപോലെ വരുന്ന വിധത്തിൽ നമുക്കെടുക്കാം. ഇനി നമുക്ക് ബോട്ടിലിൽ ഇതുപോലെ ഓരോ ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. നമ്മൾ ബേസായിട്ട് അടിച്ചു കൊടുത്ത പെയിൻറ്റ് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബോട്ടിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സിന് സ്റ്റമ്പ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഗ്രീൻ കളറും അതുപോലെ തന്നെ ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വളരെ തിന്നായിട്ടുള്ള ഒരു ബ്രഷ് എടുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റമ്പ് വരച്ചു കൊടുക്കാം. ഗ്രീൻ കളർ മാത്രം ഉപയോഗിക്കുന്നതിന് പകരമായി അതിൽ കുറച്ച് ലെമൺ യെല്ലോ കളർ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റമ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും വരച്ചെടുക്കാം.
ഇനി നമുക്ക് ലീഫ് വരച്ചെടുക്കാം. നമ്മൾ സ്റ്റെമ്പ് വരച്ചെടുത്ത സെയിം ബ്രഷും പെയിൻറ്റൊക്കെ തന്നെയാണ് ഞാൻ ലീഫിനും ഉപയോഗിക്കുന്നത്. ലീഫ് വരച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ബ്രഷിൽ പെയിൻ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് വിട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. ഇനി എവിടെയെങ്കിലും സ്റ്റെമ്പ് വരക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. ഇനി ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് പെയിൻറ് വെച്ച് ഞാനിതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് പെയിൻറ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ലീഫ് വരക്കാൻ ഉപയോഗിച്ച പെയിൻറ് വെച്ച് ഞാനിതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പിലായി സെയിം കളർ വെച്ചിട്ട് തന്നെ ഞാനിതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ത്രെഡ് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. ലെമൺ യെല്ലോ പെയിൻറ്റിൽ അല്പം വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡോട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്